എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ നീട്ടാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പകപോക്കൽ നടപടികൾ തുടരുന്നതായി ആരോപണം. ഡോക്ടർ ജയതിലകിനെതിരെ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം 4ാമത്തെ അച്ചടക്ക നടപടിക്ക് മെമ്മോ ഇറക്കി. കീം പ്രവേശന പരീക്ഷയുടെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ തിരുത്താനുള്ള നിയമവിരുദ്ധ നീക്കം ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയ വിധി ഉദ്ധരിച്ച് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് ബ്രോയ്ക്ക് പുതിയ ചാർജ് മെമ്മോ കിട്ടിയത്. ഈ വർഷത്തെ നിയമവിരുദ്ധമായ തീരുമാനത്തിന് പിന്നിൽ ചീഫ് സെക്രട്ടറിയുടെ മോശം ഉപദേശമാണ് എന്ന് ചില മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. വിമർശനങ്ങളോട് ഡോക്ടർ ജയതിലകിനുള്ള അസഹിഷ്ണുതയാണ് അച്ചടക്ക നടപടിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. കോടതിയുടെ ഉത്തരവ് ഉദ്ധരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കിയെന്നാണ് മെമ്മോയിൽ കുറ്റം ചുമത്തുന്നതെന്ന് എൻ പ്രശാന്ത് കുറിച്ചു. ജയതിലക് തന്നോട് പകപോക്കുകയാണെന്നും നിയമവിരുദ്ധമായി സസ്പെൻഷനിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കീമുമായി ബന്ധപ്പെട്ട കോടതി വിധി ഉദ്ധരിച്ച് ജൂലൈ 10 ഒരു ചെറിയ പോസ്റ്റ് ഇട്ടതിനാണ് ഇപ്പോൾ അച്ചടക്ക നടപടി വന്നിരിക്കുന്നത്. എന്നാൽ നിയമപരമായ തത്വങ്ങളെയും ഭരണഘടനാ മേധാവിത്വത്തെയും പരസ്യമായി ഉയർത്തിപ്പിടിക്കാനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമുള്ള കടമയുടെ ഭാഗമായാണ് താൻ വിധി പങ്കുവച്ചതെന്നും കോടതി വിധി വായിക്കുന്നതോ അതിലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നതോ കുറ്റകരമല്ലെന്നും പ്രശാന്ത് പറഞ്ഞു. നിയമലംഘനത്തെ പ്രകീർത്തിക്കണമെന്നും കോടതി വിധിയെ തമസ്കരിക്കണമെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നത് ശുദ്ധമായ ധാർഷ്ട്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. അഴിമതി ആരോപണങ്ങളും പകപോക്കൽ നടപടികളും. ഡോക്ടർ ജയതിലകിന്റെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനു ശേഷം തനിക്കെതിരെ ലഭിക്കുന്ന 4ാമത്തെ അച്ചടക്ക നടപടിയാണ് ഇതെന്നും ബ്രോ പറഞ്ഞു. ഫേസ്ബുക്ക് അരിച്ചുപെറുക്കി ദിവസേന ഓരോ കാരണമുണ്ടാക്കി അച്ചടക്ക നടപടികൾ എടുക്കുന്നത് തന്നെ നിയമപരമല്ലാത്ത രീതിയിൽ സസ്പെൻഷനിൽ നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ്. അതേസമയം ഡോക്ടർ ജയതിലകിനെതിരെയുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന വിരോധാഭാസവും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ മുൻപാകെ വ്യാജ സത്യവാങ്മൂലം നൽകിയതും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയതിലകിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടം റൂൾ 7 പ്രകാരം പരാതിക്കാരനായ ഉദ്യോഗസ്ഥൻ നവംബർ 17 മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പരാതി നൽകി 11 ദിവസമായിട്ടും അതിൽ ഒരന്വേഷണവും ഉണ്ടായില്ല. എന്നാൽ പരാതിക്കാരനെതിരെ ദിവസേന ഓരോ അച്ചടക്ക നടപടി ലഭിക്കുന്നുണ്ട്. ജയതിലകിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഒരിടത്തും വാർത്തയാകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ മാധ്യമ ഉദ്യോഗസ്ഥ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എൻ പ്രശാന്ത് ആരോപിച്ചു. മുതിർന്ന മാധ്യമ താപ്പാനകളും മാനേജ്മെന്റും ചേർന്ന് ഡോക്ടർ ജയതിലകിനെതിരെ വാർത്തകൾ നൽകേണ്ടെന്ന് കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ടത്രേ. പ്രസ് ക്ലബ്ബ് അഴിമതി കേസിന്റെ ഫയൽ ഡോക്ടർ ജയതിലകിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ്. ഈ കേസിൽ ചാനലുകളിലെ പ്രശസ്തരായ പല മാധ്യമപ്രവർത്തകരും അവതാരകരും റിപ്പോർട്ടർമാരും പ്രതികളാണ്. ഡൽഹി പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെ മിക്ക പ്രസ് ക്ലബ്ബുകളിലും വ്യാജരേഖകൾ ചമച്ച് 100 കണക്കിന് കോടി രൂപയുടെ സർക്കാർ പണമാണ് അപഹരിക്കപ്പെട്ടത്. ഈ മാധ്യമപ്രവർത്തകരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാൻ CAG റിപ്പോർട്ടും വിജിലൻസ് കേസും നിലവിലുണ്ട്. തനിക്കെതിരെയുള്ള വാർത്തകൾ മുക്കാതിരിക്കാൻ ഡോക്ടർ ജയതിലകിന് ഈ കേസിൽ ഉൾപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ പരിരക്ഷ ഒരുക്കുകയാണെന്നും ഇത് പരസ്പര സഹകരണ പ്രസ്ഥാനമായ രാഷ്ട്രീയ മാധ്യമ ഉദ്യോഗസ്ഥ മാഫിയയുടെ നേർക്കാഴ്ചയാണെന്നും പ്രശാന്ത് ആരോപിക്കുകയും ചെയ്തു.